ഇപ്പൊ ആലപ്പുഴ എറണാകുളത്ത് നിന്നാണ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. SIR-ന്റെ ഭാഗമായിട്ടാണോ അതോ UDF-ന്റെ തരകൊന്നില്ല പോളിംഗ് ശതമാനം? അത് രണ്ടുമുണ്ട്. കാരണം SIR കേരളത്തിൽ നല്ലതാണ്. കാരണം ആവശ്യമില്ലാത്ത ഡബിൾ വോട്ടുകൾ, മരിച്ചവർ, സ്ഥലത്തില്ലാത്തവരൊക്കെ ഈ വോട്ടർ പട്ടിക കിടക്കും ഇങ്ങനെ. പക്ഷേ SIR വന്നതോടുകൂടി ഇതൊക്കെ മാറിയെന്ന് മാത്രമല്ല, കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യതകളും കുറഞ്ഞു. കാരണം ഇങ്ങനെ മരിച്ചവരും സ്ഥലത്തില്ലാത്തവരും ഇരട്ട വോട്ടുകളും ഒക്കെയാണ് പലപ്പോഴും കള്ളവോട്ടിന് വഴിതെളിക്കുന്നത്. അതെല്ലാം ഇത്തവണ SIR വന്നതോടുകൂടി മാറി. SIR ഒരു ഘടകമാണ്. രണ്ടാമത്തെ ഒരു ഘടകം, ജനങ്ങൾ അത്യാവേശത്തോടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി തന്നെയാണ്. UDF-ൻ്റെ കഠിനാധ്വാനം, UDF പ്രവർത്തകരുടെ കഠിനാധ്വാനം, UDF നേതാക്കളുടെ കഠിനാധ്വാനം, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലം അതെല്ലാം ഈ പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവിന് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മുഖ്യമന്ത്രി ആലപ്പുഴ നിന്നുണ്ടാവുക അതോ എറണാകുളം ജില്ലയിൽ കേരളത്തിൽ നിന്നുണ്ടാവും? അല്ല, അത് പറയാനായിട്ട് ഞങ്ങൾ കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല, ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്കറിയാമല്ലോ 100ആണ്. 100ലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. ഫൈനൽ കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഏതായാലും ഒരു കംഫർട്ടബിളായ മെജോറിറ്റി കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പാർട്ടി ഐക്യം പൂർണ്ണമായിട്ടുണ്ടാകും. അത് ഹൈക്കമാൻഡ് ഞങ്ങളോട് ആവശ്യപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കേരളത്തിലെ സീനിയർ നേതാക്കന്മാരെ വിളിച്ച് സംസാരിച്ച് അതിനുശേഷം എല്ലാവരും ഒരു മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുള്ള അതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാ നേതാക്കളും ഒരു ഐക്യത്തോടെ പ്രവർത്തിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ. അതിന് പ്രചരണ സമിതി ചെയർമാൻ എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തന്നെ ഞങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ പ്രചരണങ്ങളും എല്ലാവരോടും കൂടി ആലോചിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം എല്ലാവരും ആ ഒരു വലിയ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെ ആത്മവിശ്വാസത്തോടെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. വിജയം ഉറപ്പാണ്, 100ആണ് ലക്ഷ്യം. പക്ഷേ കൃത്യമായ കണക്കുകൾ വരാനുണ്ട്. അപ്പോഴും എല്ലാ കാര്യത്തിലും ഉറപ്പുണ്ട്. ഒറ്റക്കെട്ടായി നേതാക്കൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ, സന്തോഷത്തോടെയാണ് മാധ്യമങ്ങളെ കാണുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്.